ലോകത്തിലുള്ള പ്രധാന രാജ്യങ്ങളിലേക്ക് പ്രതിനിധി സംഘത്തെ അയക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന് കൃത്യമായ ലക്ഷ്യമുണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാക്കളെ, പ്രത്യേകിച്ച് രാഷ്ട്രീയ വിഷയങ്ങളിൽ സർക്കാരിനെ വിമർശിച്ചു കൊണ്ടിരുന്നവരെ ഈ വിഷയത്തിൽ കൂടെ നിർത്തുക വഴി രാജ്യത്തിൻ്റെ കെട്ടുറപ്പ് വിദേശ രാജ്യങ്ങൾക്ക് മുമ്പിൽ വ്യക്തമാക്കുകയായിരുന്നു കേന്ദ്ര സർക്കാർ. സർക്കാർ നയങ്ങളെ കണ്ണുമടച്ച് വിമർശിക്കുക മാത്രമാണ് പ്രതിപക്ഷത്തിൻ്റെ കടമ എന്ന് വിശ്വസിക്കുന്ന രാഹുൽ ഗാന്ധി തൻ്റെ പതിവ് രീതിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം തുടങ്ങിയെങ്കിലും പ്രതീക്ഷിച്ചത്ര മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചില്ല. പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന സന്ദേശം ഇന്ത്യ പാകിസ്ഥാന് നൽകി എന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിൻ്റെ പ്രസ്താവന വളച്ചൊടിച്ച് രാഹുൽ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് പാകിസ്ഥാന് അറിയിപ്പ് കൊടുക്കുകയും അവർ തയ്യാറെടുക്കുവാനുള്ള സമയം നൽകുകയും ചെയ്തുവെന്ന രീതിയിൽ പ്രചാരണം നടത്തി. രാഹുലിൻ്റെ അതിനേക്കാൾ കടുത്ത ചോദ്യം ഇക്കാര്യത്തിൽ നമുക്ക് എത്ര വിമാനങ്ങൾ നഷ്ടമായി എന്നതായിരുന്നു. ഇന്ത്യൻ ആർമിയെയും സർക്കാരിനെയും വിശ്വസിക്കാൻ മടിച്ച രാഹുലിൻ്റെ ചോദ്യങ്ങളിൽ ഉടനീളം പാകിസ്ഥാന്റെ ശബ്ദം തന്നെയായിരുന്നു. ഒരു പ്രതിപക്ഷ നേതാവ് ചിന്തിക്കേണ്ടത് പാകിസ്ഥാന് സമയം നൽകിയിരുന്നുവെങ്കിൽ പാകിസ്ഥാന്റെ 9 ഭീകരത്താവളങ്ങളിൽ ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പാകിസ്ഥാന്റെ കൊടും കുറ്റവാളികളെ സുരക്ഷിത താവളത്തിലേക്ക് എന്തുകൊണ്ട് മാറ്റിയില്ല എന്നതായിരുന്നില്ലേ? വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കുവാനുള്ള പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ശശി തരൂരിനെ ഒഴിവാക്കാൻ കോൺഗ്രസ് നടത്തിയ നിരുത്തരവാദിത്വപരമായ നീക്കങ്ങളും വൻ വിമർശനത്തിന് ഇടയാക്കി. വളരെ നിർണായകവും തന്ത്രപ്രധാനവുമായ നീക്കത്തിലൂടെ പാകിസ്ഥാനെ ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കുവാനും അവർക്കെതിരെ നമ്മൾ സ്വീകരിച്ച നടപടികൾ വിശദീകരിക്കാനുമാണ് രാജ്യം ലക്ഷ്യം വച്ചത്. ഭാരതം യുദ്ധത്തിൽ നടപ്പാക്കിയ രീതികൾ വിശദീകരിക്കവേ സ്വാഭാവികമായും യുദ്ധത്തിൽ ഉപയോഗിച്ച ഉപകരണങ്ങളെയും ലോകരാജ്യങ്ങൾക്ക് പരിചയപ്പെടുത്തും. അതിനൂതനമായ നമ്മുടെ ഡ്രോൺ, മിസൈൽ തുടങ്ങിയ ആയുധങ്ങൾ കഴിഞ്ഞ യുദ്ധത്തിൽ കാര്യക്ഷമത തെളിയിച്ചതും വൻ വിജയമായതും ലോകരാജ്യങ്ങളുമായി പങ്കുവയ്ക്കപ്പെടും. നയതന്ത്രപരമായി വലിയ മുന്നേറ്റം നടത്തുന്നതോടൊപ്പം രാജ്യത്തെ വലിയ ഒരു ലോകത്തിനു മുമ്പിൽ മനോഹരമായി അവതരിപ്പിക്കുന്നതും ഈ സംഘങ്ങളുടെ ലക്ഷ്യമാണ്. ലോകത്തിലെ വിശാലമായ ആയുധ മാർക്കറ്റും ലക്ഷ്യമാവാതിരിക്കില്ല. അത് സർക്കാർ പറഞ്ഞില്ലെങ്കിലും ഊഹിക്കാവുന്നതേയുള്ളൂ. യുദ്ധത്തിന് ശേഷവും രാജ്യത്തിൻ്റെ വളർച്ചയിലോ സ്റ്റോക്ക് മാർക്കറ്റിലോ തളർച്ച ഉണ്ടാവാതിരുന്നത് രാജ്യത്തിൻ്റെ സാമ്പത്തിക അടിവേരുകൾ സുദൃഢമാണെന്നതിൻ്റെ തെളിവാണ്. കൂടുതൽ ബിസിനസ് സംരംഭങ്ങൾ ഭാരതത്തിലേക്ക് വരുവാനുള്ള സാധ്യതകളും ഇത് തുറക്കും. ഇത്തരത്തിലുള്ള വിവിധ ഉദ്ദേശ പദ്ധതികൾ പറഞ്ഞും പറയാതെയും ഇന്ത്യയുടെ പ്രതിനിധികൾ ലോക രാജ്യങ്ങളോട് സംവദിക്കുമ്പോൾ വെല്ലുവിളി ഉയരാൻ സാധ്യതയുള്ളത് ചൈന, അമേരിക്ക എന്നീ രാജ്യങ്ങളിൽ നിന്ന് മാത്രമാണ്. ലോക ആയുധ മാർക്കറ്റ് പങ്കിട്ടു പോകുമ്പോൾ സ്വാഭാവിക പ്രതികരണം ഈ രാജ്യങ്ങളിൽ നിന്നും ഉണ്ടാകും. അത് നമ്മുടെ രാജ്യം എങ്ങനെ അതിജീവിക്കും എന്നുള്ളതാണ് സുപ്രധാനമായ കാര്യം.